ഗൈസ്, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇങ്ങനെ കലണ്ടർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, കലണ്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് ചെയ്യാൻ പറയും. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വരുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ കലണ്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കലണ്ടറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1, 2, 3 ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. 1, 2, 3, 4, 5, 6, 7 വരെ ഉണ്ടാവും. താഴെ 8, 9 ഇങ്ങനെയായിരിക്കും പോകുന്നത്. കലണ്ടറിൽ എപ്പോഴും നമ്മൾ വലത്തേ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒന്ന് കൂടി വരികയാണ്. 5 കഴിഞ്ഞാൽ 6 ആണ്, 6 കഴിഞ്ഞാൽ 7 ആണ്, അങ്ങനെ ഒന്ന് കൂടി വരികയാണ് ചെയ്യുക. എപ്പോഴോ നമ്മൾ വലത്തേ ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ. ഇനി താഴോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും? താഴോട്ട് വരുന്ന സമയത്ത് 7 കൂടി വരും. നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ 1 ആണ് അല്ലേ. 1നോട് 7 കൂട്ടിയാലാണ് 8 കിട്ടുക. ഇനി 8നോട് 7 കൂട്ടിയാലുള്ള 15 ആയിരിക്കും താഴെ വരുന്നത്. ഓക്കെ, അങ്ങനെ 7 കൂട്ടിയാണ് വരിക. വേണമെങ്കിൽ നോക്കി നോക്ക്, ഈ ഒരു കലണ്ടറിൽ തന്നെ നോക്ക്, 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, വലത്തോട്ട് പോകുമ്പോൾ 1 കൂടി വരുന്നു. താഴേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്ക്, 5 കഴിഞ്ഞാൽ 12 ആണ്. 5നോട് എത്ര കൂട്ടിയാലാണ്? 7 കൂട്ടിയാലാണ് അല്ലേ 12. 12നോട് 7 കൂട്ടിയാലാണ് 19. 19നോട് 7 കൂട്ടിയാലാണ് 26. സിമ്പിൾ ആയിട്ടുള്ള കണക്കല്ലേ. അപ്പൊ ഈ കാര്യമാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കിയേടാ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. Take 9 numbers forming a square in a calendar and mark the 4 numbers at the corner. Multiply the diagonal pairs and find the difference of this product. Explain using algebra why the difference is always 28. കലണ്ടറിൽ 9 സംഖ്യകളുള്ള സമചതുരം എടുക്കുക. അതിലെ മൂലകളിലുള്ള 4 സംഖ്യകൾ അടയാളപ്പെടുത്തുക. ഇതിലെ വികർണ ജോഡികളുടെ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഈ വ്യത്യാസം എപ്പോഴും 28 ആവുന്നത് എന്തെന്ന് ബീജഗണിതം ഉപയോഗിച്ച് തെളിയിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കലണ്ടറും തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 9 നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. കലണ്ടറാണിത്. കലണ്ടറിൽ ഒരു കഷ്ണം മുറിച്ചെടുത്തു ഇവരെന്ത് 9 നമ്പേഴ്സ് ഉള്ളത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? കോർണറിലുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തു. 3, 5, 17, 19 മാർക്ക് ചെയ്തു. ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്താന്ന് വെച്ചാല്, നോക്ക്, ഈ കോർണറിലുള്ള ഈ നമ്പർ തമ്മിൽ ഗുണിക്കുക, ഈ നമ്പറും തമ്മിൽ ഗുണിക്കുക. ഈ നമ്പേഴ്സ് നമ്മളുടെ ഡയഗണൽ പെയേഴ്സ്, ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ. ഇതൊരു വികരണമാണ്, ഇതൊരു വികരണമാണ്. ഈ വികരണങ്ങളിലുള്ള ഈ കോർണറിലെ വികരണങ്ങളിലുള്ള നമ്പറുകൾ തമ്മിൽ ഗുണിച്ചിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഗുണിച്ചു നോക്കാം അല്ലെ. എന്തൊക്കെയുണ്ട്? 5 × 17 ഉണ്ട്. അതുപോലെ എത്രയുണ്ടടാ? 3 × 19 ഉണ്ട്. അപ്പൊ നോക്ക്, 5 × 17, 7 5 35, 5 3 ശിഷ്ടം ഉണ്ടാവും അല്ലെ. ഒരു 5, 5ഉം 3ഉം 8 ആയിരിക്കും. 85 ആയിരിക്കും ആൻസർ. ഇനി 19 × 3, 9 × 3 എത്രയാണ്? 27, 7 ആണ്. 2 ശിഷ്ടം ഉണ്ടാവും. ഒരു 3, 3ഉം 2ഉം 5, 57 ആയിരിക്കും. ഇനി ഇവനിൽ നിന്ന് ഇവന് കുറച്ച് നോക്ക്. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എത്രയായിരിക്കും? ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എത്രയായിരിക്കടാ? 85 ഈ 57 കുറയ്ക്കണം. 5 7 പോവില്ല. 15 7 പോയാൽ 8 ആണ്. ദെൻ 7 5 പോയാൽ 2 ആണ്. എത്രയുണ്ടാവും? 28 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ഈ വ്യത്യാസം എപ്പോഴും 28 ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് തെളിയിക്കുക. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദ ഡിഫറൻസ് ഈസ് ഓൾവേസ് 28. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ചോദിക്കും. അടുത്ത നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്താണ്? ആൾജിബ്ര ഉപയോഗിച്ച് ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതും നമ്മൾ സിമ്പിൾ ആക്കാൻ പോവാണ് ഈ ഒരു ക്ലാസ്സിലൂടെ. അപ്പൊ നോക്കിയേടാ, ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളൊരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊരു സ്ക്വയർ വരയ്ക്കുക. യെസ്, ഒരു സ്ക്വയർ വരച്ചു അല്ലെ. ദെൻ അതിൽ എത്ര നമ്പേഴ്സ് വേണം? 9 നമ്പേഴ്സ് വേണം. അപ്പൊ 9 കോളംസ് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തു. ഓക്കെ, ദെൻ ആദ്യത്തെ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ് ആക്കിയിട്ട് എഴുതുക. ഓക്കെ, ആദ്യത്തെ നമ്പർ എക്സ് ആക്കിയിട്ട് എഴുതുക. ദെൻ മിസ് പറഞ്ഞ കാര്യമാണ് അടുത്തത് നിങ്ങൾ ആലോചിക്കേണ്ടത്. റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് കൂടി വരികയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഡൗൺ ആവുമ്പോൾ, നമ്മൾ താഴേക്ക് പോകുമ്പം 7 കൂടി വരുന്നു. റൈറ്റിലേക്ക് പോകുമ്പോൾ 1 കൂടുന്നു, താഴേക്ക് വരുമ്പം 7 കൂടുന്നു അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെയെങ്കിൽ നോക്കടാ, എക്സിന്റെ താഴത്ത് ആരാ ഉണ്ടാവുക? എക്സിനോട് 7 കൂട്ടിയത്. എക്സിനോട് 7 കൂട്ടുക എന്ന് പറഞ്ഞാൽ x + 7. ഇതിന്റെ താഴെ എന്തായിരിക്കും ഉണ്ടാവുക?
x+7 7 കൂട്ടിയത് x+7 + 7 എന്ന് പറയുമ്പോൾ x+14. ഇനി നിങ്ങൾ വലത്തോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് കൂടി 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 വരികയാണ് അല്ലേ ചെയ്യുക. അതായത് x കഴിഞ്ഞാൽ x-നോട് ഒന്ന് കൂട്ടിയ x+1 ആയിരിക്കും, ഇതിനോട് ഒന്ന് കൂട്ടിയ x+2 ആയിരിക്കും അടുത്തത്. ഇങ്ങോട്ട് വരുമ്പം x+7 കഴിഞ്ഞാൽ x+8 ആയിരിക്കും, x+8-നോട് ഒന്ന് കൂട്ടിയാൽ x+9 ആണ്, ഇത് x+15 ആണ്. അടുത്ത കഴിഞ്ഞാൽ എത്രയാടാ? x+16 ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ഇവരെന്ത് ചെയ്യുന്നു? നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരെന്ത് ചെയ്തു? ഈ കോർണറിലുള്ള ഈ നമ്പറുകൾ മാർക്ക് ചെയ്തു അല്ലെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോർണറിലുള്ള നമ്പറുകൾ മാർക്ക് ചെയ്തു. ഇവനെ മാർക്ക് ചെയ്യണം, ഇവനൊരു കോർണറിലാണ്, ഇവനൊരു കോർണറിലാണ്, ഇവനൊരു കോർണറിലാണ്. ഇനി എന്താണ്? ഈ കോർണറിലുള്ള ഈ കോർണറിൽ ഡയഗണലിൽ വരുന്ന പ്രൊഡക്റ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് ഇവനും ഇവനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എന്തായിരിക്കും? x+2 × x+14. ആദ്യം എന്ത് ചെയ്യുക? ഇവർ രണ്ടാളെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്തായിരിക്കും? യെസ്, എങ്ങനെയാടാ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യം നമ്മൾ പ്രൊഡക്ട്സ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ. പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഗുണനഫലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇത് എങ്ങനെയായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക? എക്സിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, x × x എന്ന് പറയുമ്പോൾ x². ദെൻ എക്സിനെ കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുക, x × 14 എന്ന് പറയുമ്പോൾ 14x അല്ലെ, 14x. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? 2 എടുക്കുക അല്ലെ, 2നെ ഇവനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × x എന്ന് പറയുമ്പോൾ 2x പ്ലസ് 2നെ ഇവനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 14 എന്ന് പറയുമ്പോൾ എത്രയാണ്? 28 പ്ലസ് 28. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി എന്താ? ഇവിടെ 14x-ഉം 2x-ഉം ഉണ്ട്. 14 ചക്കി 2 ചക്കിയും കൂടെ കൂട്ടിയാൽ എത്ര ചക്ക ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ? 16 ചക്ക ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങ് എഴുതി വെച്ചോ. എന്താ? x² 14x + 2x 16x പ്ലസ് എന്തായിരിക്കടാ? 16x + 28 ആണ് അല്ലെ, 28. യെസ്, സെറ്റ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണണം അല്ലെ. അടുത്ത പ്രൊഡക്റ്റ് ആരാണ്? ഇവനും ഇവനും തമ്മിലുള്ളതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്ക് ആരൊക്കെയാണ്? x × x+16. അതായത് എന്ത് വരും? എന്താ ചെയ്യേണ്ടത്? x × x ആദ്യം കാണുക. അതായത് x × x x² പ്ലസ് x × 16 എത്ര വരും? 16x. ഇനി എന്താ ചെയ്യേണ്ടടാ? ഇവനിൽ നിന്ന് ഇവൻ അങ്ങ് കുറയ്ക്കണം അല്ലെ. ഇവനിൽ നിന്ന് ഇവനെ കുറയ്ക്കണം. അവനാണ് എന്ത്? ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത്. അത് 28 ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. വ്യത്യാസം 28 നമുക്ക് കിട്ടണം. അപ്പൊ നോക്ക് എന്താണ്? ആദ്യം നമ്മളുടെ x² + 16x + 28 മൈനസ് x² + 16x. ഇനി നോക്ക്, ഈ മൈനസ് ആർക്കൊക്കെ ബാധകമാണ്? ഈ മൈനസ് ഈ x²-നും ബാധകമാണ്, 16x-നും ബാധകമാണ് അല്ലെ. ഇത് മൈനസ് ഇതാണ് ചെയ്യുന്നത്. അതായത് ഈ മൈനസ് ഇവൻ എന്ന് പറയുന്ന ആർക്കൊക്കെ ബാധകമാണ്? ഈ മൈനസ് ഇവനും ബാധകമാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾക്ക് ഇതിനെ എഴുതാൻ പറ്റും x² + 16x + 28 മൈനസ് x² മൈനസ് 16x. ഇനി കട്ട് ചെയ്തോ വേഗം കട്ട് ചെയ്തോ. ഒന്ന് x² മൈനസ് x² മൈനസ് x² എന്താണ്? 0 ആയി പോലെ. നോക്ക് 4 മിഠായി കുറച്ചാൽ എന്താടാ? 0 മിഠായി അല്ലേ ഉണ്ടാവുക. അതുപോലെ x² x² പോയാൽ 0, 16x മൈനസ് 16x പോയാൽ 0. എന്താടാ ബാക്കിയുള്ളത്? ഇവിടെ 28-ന് പകരം 2x എന്നല്ല എഴുതിയത്. ആരാണ് ബാക്കിയുള്ളത്? നമ്മളുടെ 28 ആണ് ബാക്കിയുള്ളത്. അപ്പൊ ആൻസർ എത്രയാടാ? 28 ആണ് നമ്മളുടെ ആൻസർ. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾക്ക് കലണ്ടർ ബേസ്ഡ് പ്രോബ്ലം വന്നാല് ഈ രീതിയിലാണടാ നമുക്ക് കലണ്ടർ ബേസ്ഡ് പ്രോബ്ലം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പിച്ചോ എന്താണ്? ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യാനാണ് മക്കളെ ഉണ്ടാവുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മക്കളെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളുടെ വലത്തോട്ട് പോകുമ്പോൾ 1 കൂടാണ്, താഴോട്ട് വരുമ്പോൾ 7 കൂടാണ് എന്നുള്ള ഒന്ന് മൈൻഡിൽ ഉണ്ടായാൽ മതി. ആദ്യം x കൊടുക്കുന്നു, ബാക്കിയുള്ള നമ്പേഴ്സ് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഐഡന്റിറ്റീസ് എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ എക്സാമിന് വരാൻ പോകുന്നുള്ളൂ. അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഉറപ്പിച്ചോ, അടിപൊളിയായിട്ട് പഠിച്ചോ. അപ്പോൾ എക്സാമിന്റെ ലൈവിൽ കാണാം. അടിപൊളിയായിട്ട് ലൈവിൽ കയറാം കേട്ടോ. ആൻഡ് അതിന്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.